തിരുവനന്തപുരം ബാലരാമപുരത്ത് 4100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടി. ഭീമാപ്പള്ളി സ്വദേശി അമീനാണ് നെയ്യാറ്റിങ്കര എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഇത്തരത്തിൽ 4100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നത്. ഭീമാപ്പള്ളി സ്വദേശിയായ അമീനെയാണ് നെയ്യാറ്റിങ്കര എക്സൈസ് റേഞ്ചിന്റെ ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും വൻ പുകയില ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഇത്തരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഭീമാപ്പള്ളി സ്വദേശി അമീൻ പിടിയിലായിരിക്കുന്നത്. നെയ്യാറ്റിങ്കര എക്സൈസ് റേഞ്ചിന്റെയാണ് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരാണ് അമീനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, വൻ പുകയില ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി പറയുന്നത് പോലെ തന്നെയാണ്, സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പരിശോധനയുമായിട്ട് എക്സൈസ് സംഘവും എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ പരിശോധനയാണ്. ബാലരാമപുരം പുഞ്ചക്കരി ഭാഗങ്ങളിലാണ് പരിശോധന നടത്തി. പരിശോധനയിലാണ് 4100 കിലോയോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതിന്റെ സാഹചര്യം ഒരുക്കിയെന്ന് പറയുന്നത് ഉച്ചക്കട ഭാഗത്ത് നിന്ന് ഈ പിടികൂടിയ അമീൻ എന്ന് പറയുന്ന 42-കാരൻ ഭീമാപ്പള്ളി സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് 100 കിലോയോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. തുടർന്നുള്ള ഇദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇദ്ദേഹത്തിന്റെ പുഞ്ചക്കരിയിലുള്ള ഒരു വാടക വീട്ടിൽ ഇത്തരത്തിൽ ഈ ശേഖരമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ശംഭു പോലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ആ വീട്ടിൽ നടത്തിയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള 4000 കിലോയോളം ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്തും വരുന്നുണ്ട്. ഇത് ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, സ്കൂൾ തുറക്കാനുള്ള ഒരു സാഹചര്യം. ഇത് ഇത്തരത്തിൽ സ്കൂൾ സമീപങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വിൽപ്പനയാകാം ഇവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ള ഒരു നിഗമനവും കൊണ്ട് ദീപ്തി. ശരി, എന്തായാലും തിരുവനന്തപുരം ബാലരാമപുരത്താണ് 4100 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിലായിരിക്കുന്നത്. ഭീമാപ്പള്ളി സ്വദേശിയായ അമീനെയാണ് നെയ്യാറ്റിങ്കര എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നത്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.